ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സാം 120 വേഴ്സസ് 1 ആൻഡ് 2 ആണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഓരോരോ നെഗറ്റീവ് സിറ്റുവേഷൻസ് പിന്നെയും വരുമ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ പതറിപ്പോകും. പല സിറ്റുവേഷൻസും അങ്ങനെയാണല്ലോ. പക്ഷേ ഇന്ന് ഞാൻ പറയുകയാണ്, നമ്മുടെ ആ സിറ്റുവേഷൻസ് വരുമ്പം ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കി നമ്മുടെ വിഷയത്തിൻ്റെ മേൽ നമ്മൾ അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ വരും. ആ വിടുതൽ നമ്മൾ കാണാൻ ഇടയാകും. നമ്മൾ ചിന്തിക്കരുത്, ദൈവമേ, ഞാൻ ഒരു പാസ്റ്റർ അല്ലല്ലോ, അല്ലെങ്കിൽ ദൈവമേ, എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വേറൊരാൾ എനിക്ക് സഹായത്തിനില്ലല്ലോ, അപ്പം ഞാൻ പ്രാർത്ഥിച്ചാൽ അത് നടക്കത്തില്ലായിരിക്കും എന്നൊരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവം നമ്മുടെ ഇടയ്ക്ക് വരും. നമ്മളുടെ പ്രാർത്ഥന ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, ഓക്കെ, എനിക്ക് ആരുമില്ല പ്രാർത്ഥിക്കാൻ, സോ ഞാൻ പ്രാർത്ഥിക്കാൻ പോണില്ല, അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് വേറൊരു ഹെൽപ്പർ ടു പ്രേ വിത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് ആ ആളുടെ കൂടെ പ്രാർത്ഥിക്കാം. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും മനസ്സ് വിഷമിക്കാനിടയാവരുത്. ബിക്കോസ് നമ്മുടെ ദൈവം നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. ഞാൻ ഒരു വേഴ്സും കൂടെ വായിക്കുകയാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്നാണ് ദൈവം പറയുന്നത്. ദൈവം നിൻ്റെ കൂടെ നടക്കുന്ന ദൈവമാണ്. ദൈവം നീ ഓരോ കാര്യം ചെയ്യുമ്പോഴും നിൻ്റെ കൂടെ ആ മകനെ നീ എന്താണ് ചെയ്യുന്നത് നോക്കി അല്ലെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അത്രയ്ക്ക് നമ്മളുമായിട്ടൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ. സോ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, ദൈവത്തിലോട്ട് ഓടണം. ബിക്കോസ് പിശാചിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളുണ്ടല്ലോ, TV, സിനിമ, TV ഷോസ്, K-ഡ്രാമ, K-പോപ്പ്, ഈ കാര്യത്തിലുള്ളത് നമ്മൾ ഓടുന്ന സമയത്ത് വിൽ ഫീൽ ഒരു മൊമെൻ്ററി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വിൽ ബി ഫീൽഡ് വിത്ത് ഡിപ്രഷൻ. നമ്മുടെ ജീവിതത്തിൽ വിഷാദം, ആൻസൈറ്റി, പാനിക് അറ്റാക്ക്. നമ്മൾ ചിന്തിക്കും, ലൈക്ക്, വൈ ഇസ് ദിസ് ഹാപ്പനിങ് ടു മീ? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു? വൈ ആം ഐ നോട്ട് ഏബിൾ ടു ഓവർകം ദീസ് സിറ്റുവേഷൻസ്, ഹേർഡിൽസ് ഇൻ മൈ ലൈഫ്? എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്നെ പിന്തുടർന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കും. പക്ഷേ